ഡിയർ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മള് അടുത്ത സൈക്യാട്രിക് നഴ്സിംഗിന്റെ പാർട്ടാണ് നോക്കുന്നത്. ഇതിനകത്ത് ഇടയ്ക്ക് കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റാഫ് നഴ്സിന്റെ. ഇനി വരാനുള്ള എക്സാമിന് വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഇതേപോലെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കുറെ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. ബോർഡിൽ വെച്ച് പഠിപ്പിക്കുന്നതിലും കൂടുതൽ പോയിന്റ്സ് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും. അപ്പൊ നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ എടുത്ത് തയ്യാറായി എന്ന് വരുന്നു. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ കുറച്ചുകൂടെ റിലേറ്റഡ് പോയിന്റ്സ് നമുക്ക് നോക്കാനുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് സ്കിസോഫ്രനിയ? ഇവിടെ കറക്റ്റ് ആൻസർ എ ആണ്. 1 and 3 ആണ്. നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. ഓട്ടോക്ടോണസ് ഡെലൂഷൻസ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്കിസോഫ്രനിയ. ഓട്ടോക്ടോണസ് എന്ന് പറഞ്ഞാൽ ഡെലൂഷൻ ഓഫ് ഇൻഡ്യൂഷൻ ആണ്. അതുപോലെ തേർഡ് പേഴ്സൺ ഹാലുസിനേഷൻ എന്ന് പറയുന്നത് സ്കിസോഫ്രനിയിൽ ഉള്ളതാണ്. സ്കിസോഫ്രനിയില് ഫസ്റ്റ് പേഴ്സൺ ഹാലുസിനേഷനും സെക്കൻഡ് പേഴ്സൺ ഹാലുസിനേഷനും തേർഡ് പേഴ്സണും ഉണ്ട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ട് എക്കോയാണ്. അതായത് പേഷ്യന്റ് പറയുന്ന കാര്യങ്ങൾ. പേഷ്യന്റെ പേര് പറയാണ് രമേഷ്. ഇപ്പൊ രമേഷ് എന്ന് പേഷ്യന്റ് തന്നെ കേൾക്കാണ്. തോട്ട് എക്കോയാണ് ഫസ്റ്റ് പേഴ്സൺ ഹാലുസിനേഷൻ. പേഷ്യന്റ് എന്ത് പറയുന്നു അത് പേഷ്യന്റ് തന്നെ കേൾക്കുന്നു. നമ്മൾ എക്കോ കേൾക്കില്ല. അതേപോലെ സെക്കൻഡ് പേഴ്സൺ ഹാലുസിനേഷൻ എന്ന് പറയുമ്പോൾ അതേ പേഷ്യന്റ് ഇങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ്. മറ്റുള്ള ഒരു പേഷ്യന്റിനോട് സംസാരിക്കുന്നതായിട്ട് പേഷ്യന്റ് കേൾക്കുകയാണ്. അതേഴ്സ് ആർ ടോക്കിംഗ് ടു ദ പേഷ്യന്റ്. ദാറ്റ് ഈസ് സെക്കൻഡ് പേഴ്സൺ ഹാലുസിനേഷൻ. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റണ്ണിങ് കമന്ററി ആണ്. റണ്ണിങ് കമന്ററി അത് വല്ലാത്തൊരു ഹാലുസിനേഷൻ ആണ്. അതായത് ചുറ്റുവട്ട ആളുകൾ മൊത്തം പേഷ്യന്റിനെ പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് ദേ ആർ ടോക്കിംഗ് ടു ദ പേഴ്സൺ. 2-3 പേര് കൂടി പേഷ്യന്റിനെ പറ്റി സംസാരിക്കുന്നു. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ പേഷ്യന്റിനോട് സംസാരിക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ ദാറ്റ് ഈസ് തോട്ട് എക്കോ. തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ, ചിലപ്പോൾ അത് ബ്രോഡ്കാസ്റ്റിംഗ് ആയിരിക്കാം. റേഡിയോയിൽ പേഷ്യന്റെ കാര്യം പറയുന്നതായിരിക്കാം. ദാറ്റ് ഈസ് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ റേഡിയോയിലും ടിവിയിലും ഒക്കെ പേഷ്യന്റിന്റെ ന്യൂസ് വരുന്നു. അങ്ങനെ പേഷ്യന്റ് ചിന്തിക്കുകയാണ്. അപ്പോൾ 1-2 ആളുകൾ പേഷ്യന്റിനെ പറ്റി സംസാരിക്കുന്നതാണ് തേർഡ് പേഴ്സൺ ഹാലുസിനേഷൻ. കൂടുതൽ റിലേറ്റഡ് പോയിന്റ്സ് പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇവിടെ ആംബിവാലൻസ് എന്നുള്ളത് സ്കീനേഴ്സ് ഫസ്റ്റ് റാങ്ക് സിംറ്റംസിൽ വരുന്നില്ല. ആംബിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു 4A ഇല്ലേ, സ്കിസോഫ്രാനിയുടെ 4A, അലോജിയ, ഓട്ടിസം, ആംബിവാലൻസ്, അഫക്റ്റീവ് ബ്ലണ്ടിങ് ഒക്കെ ഇല്ലേ, ആ 4A നമ്മൾ നേരത്തെ പറഞ്ഞ അതിനകത്ത് വരുന്നതാണ് ആംബിവാലൻസ്. അപ്പൊ ആംബിവാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരാളോട് തന്നെ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റിനോട്, ഒരു ഐഡിയയോട് ഡിഫറെന്റ് ആശയങ്ങൾ, ഒരാളോട് സ്നേഹവും ദേഷ്യവും ഒരേപോലെ ഒരേ സമയത്ത് തോന്നുന്നു. ദാറ്റ് ഈസ് ആംബിവാലൻസ്. അതായത് ഡിഫറെന്റ് ഐഡിയാസ് ടുവാർഡ്സ് ദ സെയിം പേഴ്സൺ ഓർ ഒബ്ജക്ട് ഓർ തിങ്സ്. ദാറ്റ് ഈസ് ആംബിവാലൻസ്. അത് 4A വരുന്നതാണ്. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. എന്താണ് സ്കീഡേഴ്സ് ഫസ്റ്റ് റാങ്ക് സിംറ്റംസ്? സ്കീഡേഴ്സ് ഫസ്റ്റ് റാങ്ക് സിംറ്റം എന്ന് പറയുന്നില്ല, അതിനകത്ത് വരുന്നതാണ് ഹാലുസിനേഷൻ വരുന്നുണ്ട്. തോട്ട് വിഡ്രോവൽ വരുന്നുണ്ട്. അതായത് പേഷ്യന്റ് ചിന്തിക്കുകയാണ്. പേഷ്യന്റിന്റെ ചിന്തകൾ ആരോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. മണി വിഡ്രോ ഇല്ലേ, അതേപോലെ ചിന്തകൾ ആരോ വിഡ്രോ ചെയ്ത് പോകുന്നുണ്ട്. തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോയിലും ടിവിയിലും ഒക്കെ പേഷ്യന്റിന്റെ ചിന്തകൾ ഇങ്ങനെ മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. സൊമാറ്റിക് ഹാലുസിനേഷൻ, അതായത് ആരോ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ടാക്ടൈൽ ഹാലുസിനേഷൻ പോലെയാണ്. ഒരു പ്രത്യേകം ആരുമില്ല അവിടെ, പക്ഷെ പേഷ്യന്റിന് ആരോ ടച്ച് ചെയ്യുന്നോണ്ട് തോന്നുന്നത്. ദാറ്റ് ഈസ് സൊമാറ്റിക് ഹാലുസിനേഷൻ. ഡെലൂഷൻസ്, ഇത്രയും വരുന്നതാണ് സ്കീഡേഴ്സ് ഫസ്റ്റ് റാങ്ക് സിംറ്റംസ്. ടാർഡീവ് ഡിസ്കൈനസിയ നിങ്ങൾക്കറിയാം. ടാർഡീവ് ഡിസ്കൈനസിയ നേരത്തെ പറഞ്ഞതാണ്. ലോങ് ടൈം ആന്റിസൈക്കോട്ടിക്, അതായത് ഹലോപെരിഡോൾ, ക്യൂട്ടിയാപിൻ തുടങ്ങിയതൊക്കെ ആന്റിസൈക്കോട്ടിക്സ് ആണ്. ഇവ കുറെ കാലം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, അതായത് സാധാരണ ഈ ടാർഡീവ് ഡിസ്കൈനസിയ ഉണ്ടാകുന്ന ലോങ് ടൈം യൂസ് ഓഫ് ആന്റിസൈക്കോട്ടിക് ഡ്രഗ്സ്. ഞാൻ പറഞ്ഞു, റിപ്പീറ്റേറ്റീവ് ഐ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ബോഡി മൂവ്മെന്റ്സ്, ജോ മൂവ്മെന്റ്സ്, ഇതിനെയൊക്കെ നമുക്ക് ടാർഡീവ് ഡിസ്കൈനസിയ എന്ന് പറയാം. ഐ ബ്ലിങ്കിങ് ഒക്കെ വരും. സോ ദാറ്റ് ഈസ് ദ ടാർഡീവ് ഡിസ്കൈനസിയ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എക്സ്പ്ലനേഷൻ, നന്നായിട്ട് എക്സ്പ്ലനേഷൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. Which is or are the correct statements related to cognitive psychotherapy? കറക്റ്റ് ആൻസർ B ആണ്. കോഗ്നിറ്റീവ് സൈക്കോതെറാപ്പി ഇവിടെ B ആണ്. ദാറ്റ് ഈസ് ഇൻ CBT patient monitor his or her negative automatic thoughts, learn to identify and alter the dysfunctional belief. ഇത് രണ്ടും കറക്റ്റ് ആണ്. അതായത്
കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിൽ എന്താണ്? ഡിപ്രഷൻ, ആൻസൈറ്റി, ആൽക്കഹോൾ റിലേറ്റഡ് പ്രോബ്ലം, ഈറ്റിംഗ് റിലേറ്റഡ് പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് CBT കൊടുക്കാറ്. സോ ടീച്ച് പീപ്പിൾ ടു കൺട്രോൾ ദെയർ ബിഹേവിയേഴ്സ്, ഫോക്കസസ് ഓൺ പ്രസന്റ് തിങ്സ്, അതായത് ഇപ്പോഴുള്ള പാസ്റ്റ് തിങ്സിലേക്ക് കാര്യങ്ങളൊക്കെ മറന്ന് ഇപ്പോഴുള്ള, അതായത് മെഡിറ്റേഷൻ ചെയ്യും. ഈ ഒരു സമയം മാത്രം നമ്മൾ ചിന്തിക്കുക. ഈ പ്രസന്റ് ടെൻസിൽ ഊന്നിയിട്ടുള്ള ജീവിതമാണ് CBTയിൽ കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് ഒക്കെ വരും. അതിനെ മാക്സിമം ഒഴിവാക്കി, അതായത് ഡിസ്ഫങ്ഷണൽ ബിലീഫ്, എന്തെങ്കിലും ഡെലൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കി പ്രസന്റ് ടെൻസിൽ ജീവിക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുക, ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. അതാണ് CBT. അത് ഒരുപക്ഷെ ഒരു മെഡിറ്റേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ലോങ് വാക്ക് ആകാം, ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ആകാം, അങ്ങനെ പലതും ആകാം. ഇവിടെ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നുണ്ട്. CBT സൈക്കോ അനാലിസിസുമായിട്ട് ഒരു ബന്ധവുമില്ല. സൈക്കോ അനാലിസിസ് കണ്ടുപിടിച്ചത് ആരാണ്? സൈക്കോ അനാലിറ്റിക് തിയറി ഓഫ് സൈക്കോ അനാലിറ്റിക് തിയറി ഒക്കെ കണ്ടുപിടിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതായത് അദ്ദേഹം പറയുന്നുണ്ട് അൺകോൺഷ്യസ് തോട്ട്സ്, ഫീലിംഗ്, ഡിസൈഡ്സ് ഇതൊക്കെ എല്ലാവരിലും ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന മെയിൻ ആയിട്ടുള്ള ഫണ്ടമെന്റൽ സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്? ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പോൾ സൈക്കോ അനാലിറ്റിക് തിയറി, സിഗ്മണ്ട് ഫ്രോയിഡ്, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, പ്രീ കോൺഷ്യസ്, കോൺഷ്യസ്, അൺകോൺഷ്യസ് ഇതൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് സൈക്കോ അനാലിസുമായിട്ടും അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ഫ്രീ അസോസിയേഷൻ ആൻഡ് അബ്രിയാക്ഷൻ? അതും CBT ആയിട്ട് ഒരു ബന്ധവുമില്ല. അബ്രിയാക്ഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ ഹിസ്റ്റീരിയ പോലെയുള്ള പ്രശ്നങ്ങൾ, പോസ്റ്റ് ട്രോമാറ്റിക്, അതായത് പണ്ട് നടന്ന എന്തോ ഒരു സംഭവം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരിക, റിയാക്ഷൻ ആയിട്ട് വരിക. സോ ആ ഒരു അബ്രിയാക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് റിപ്രസ്ഡ് മെറ്റീരിയൽ, പർട്ടിക്കുലർലി കോൺഫ്ലിക്ട്സ്, ബ്രോഡ് ബാക്ക് ടു കോൺഷ്യസ്നെസ്. അത് ആ ഒരു പഴയ നടന്ന സംഭവം, അതാണ് PTSD, മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ആണ് അബ്രിയാക്ഷൻ തെറാപ്പി. സോ ആ ഒരു ഹിസ്റ്റീരിയ ഉള്ള പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു PTSD ഉള്ള പേഷ്യന്റിന് പ്രൊവൈഡ് റിലീഫ് ടു ഫേസ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ എ കൺട്രോൾഡ് എൻവയോൺമെന്റ്. ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ ഇരുത്തിയിട്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറയും. പഴയ തോട്ട്സ് വരുമ്പോൾ റിലാക്സേഷൻ കൊടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും. ദാറ്റ് ഈസ് അബ്രിയാക്ഷൻ. എന്താണ് ഫ്രീ അസോസിയേഷൻ? ഫ്രീ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് ഒരു റൂമിൽ ഇരുന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് പറയാനുള്ള, അതായത് ഈ ഒരു എക്സാമിനറുമായിട്ട് ട്രെയിനറുമായിട്ട് സംസാരിക്കാനുള്ള ആ പേര് തന്നെ ഉണ്ട്, ഫ്രീ ആയിട്ട് ഇടപഴകാനുള്ള, ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ഫ്രീ അസോസിയേഷൻ. സോ ഫ്രീ അസോസിയേഷൻ ഈസ് ദ പ്രാക്ടീസ് ഓഫ് സൈക്കോ അനാലിറ്റിക് തിയറി. സൈക്കോ അനാലിറ്റിക് തിയറിയിൽ വരുന്നതാണ് ഫ്രീ അസോസിയേഷൻ. ആസ്ക് ടു പേഷ്യന്റ് ഫ്രീലി ഷെയർ ദെയർ തോട്ട്സ്, വേർഡ്സ്, എനിത്തിങ് കെയിം ടു ദെയർ മൈൻഡ് റിലേറ്റ് ടു ദ പാസ്റ്റ് ഇവന്റ്സ്. ആ സമയത്ത് റിലാക്സ് ചെയ്യാൻ പറയുന്നു. വീണ്ടും മെമ്മറി, ഡ്രീംസ് എന്തോ ആയിക്കോട്ടെ, റീസെന്റ് ഇവന്റ്സ് എന്താണോ അവരുടെ മനസ്സിൽ വരുന്നത് അത് എക്സാമിനറോട് ഷെയർ ചെയ്യുക. ദാറ്റ് ഈസ് ഫ്രീ അസോസിയേഷൻ. അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ മലയാളത്തിലായാലും കുഴപ്പമില്ല, ഒന്ന് നോട്ട്സ് എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പാരാലിസിസ് ഓഫ് ദ ഒക്യുലർ മസിൽസ്, ഡിപ്ലോപ്പിയ, അറ്റാക്സിയ, സോംനോലൻസ് ആൻഡ് സ്റ്റൂപ്പർ ആർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ്. കറക്റ്റ് ആൻസർ വെർണിക് എൻസെഫലോപ്പതിയാണ്. വെർണിക്സ് എൻസെഫലോപ്പതിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് പാരാലിസിസ് ഓഫ് ദ ഒക്യുലാർ മസിൽസ്. ഒക്യുലാർ മസിൽസ് നമുക്ക് ഐ മസിൽസ് ആണ്. 7 എക്സ്ട്രാ ഒക്യുലർ മസിൽസ് ഉണ്ട്. നമ്മുടെ ഐ മൂവ്മെന്റ് ഡൗൺ, താഴോട്ടും മുകളിലോട്ടും ഒക്കെ നോക്കുന്നത് ഈ ഒരു മസിൽസ് ആണ്. ഡിപ്ലോപ്പിയ എന്ന് പറയുന്നത് ഡബിൾ വിഷൻ, അറ്റാക്സിയ എന്ന് പറയുമ്പോൾ ഇമ്പയർഡ് കോർഡിനേഷൻ, മൂവ്മെന്റ്, അതൊക്കെ അറ്റാക്സിയാണ്. സോംനോലൻസ് എന്ന് പറയുമ്പോൾ സ്ലീപ്പ് വരുന്ന ഒരു സ്റ്റേജ് ആണ്, ഒരു സ്ലീപ്പ് വരുന്ന ഒരു അവസ്ഥയാണ്. ആൻഡ് സ്റ്റൂപ്പർ, ഇങ്ങനെ മിണ്ടാതിരിക്കുക, അനങ്ങാതിരിക്കുക, അതൊക്കെ വെർണിക്സ് എൻസെഫലോപ്പതി വരുന്നത്. വെർണിക്സ് എൻസെഫലോപ്പതി എന്താണ്? വിറ്റാമിൻ B1 ഓർ തയാമിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു സീരിയസ് അസുഖമാണ് വെർണിക്സ് എൻസെഫലോപ്പതി. സാധാരണ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ബ്രെയിൻ ഡാമേജ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് വെർണിക്സ് എൻസെഫലോപ്പതി. സാധാരണ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നതാണ്. ഇതിനകത്ത് കൺഫ്യൂഷൻ, ലോസ് ഓഫ് മെമ്മറി, കോമ, അറ്റാക്സിയ, കോമയിലോട്ടൊക്കെ പോകും, ലാസ്റ്റ് ഡെത്ത് വരെ സംഭവിക്കും. വിഷൻ ചേഞ്ചസ്, ഡബിൾ വിഷൻ, ഐ ഡ്രൂപ്പിംഗ്, ഇതെല്ലാം വെർണിക് എൻസെഫലോപ്പതിയിലുണ്ട്.
കൊർസാക്കോസ് സൈക്കോസിസിലേക്ക് പേഷ്യന്റ് മെല്ലെ പോയിക്കൊണ്ടിരിക്കും. വെർണിക് എൻസെഫലോപ്പതി കുറച്ച് സീരിയസ് ആകുന്നതാണ് കൊർസാക്കോസ് സൈക്കോസിസ്. ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളിലാണ്. അപ്പൊ ഇതിന് നമ്മളെ ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് നിങ്ങളൊരു നോട്ട്സ് എഴുതി വെക്കുക. തയാമിൻ 100 mg IV ആണ്. തയാമിൻ 100 mg IV ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. വെർണിക് എൻസെഫലോപ്പതി അല്ലെങ്കിൽ കൊർസാക്കോസ് സൈക്കോസിലൊക്കെ കൊടുക്കാറുള്ളത് തയാമിനാണ്. അപ് ടു 5 days അല്ലെങ്കിൽ 5 to 7 days നമ്മൾ കൊടുക്കാറുണ്ട്. കൊർസാക്കോസ് സൈക്കോസിസിലാണെങ്കിൽ ലേറ്റ് കോംപ്ലിക്കേഷൻ ആണ്. വെർണിക് എൻസെഫലോപ്പതിയുടെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കൊർസാക്കോസ് സൈക്കോസിസ്. ക്രോണിക് മെമ്മറി ഡിസോർഡർ ആയിരിക്കും. ക്രോണിക് മെമ്മറി ഡിസോർഡർ എവിടെയാണ് വരുന്നത് ചോദിച്ചാൽ കൊർസാക്കോസ് സൈക്കോസിസ്. ആ പേരത്തിനുണ്ട് ക്രോണിക് കൊർസാക്കോ. സോ കൺഫ്യൂഷൻ, ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. വിറ്റാമിൻ B1 കുറവായിരിക്കും അവിടെയും. ഇനി എന്താണ് വാൻഗോഗ് സിൻഡ്രം? വാൻഗോഗ് സിൻഡ്രം എന്ന് പറയുന്നത്, വാൻഗോഗ് എന്ന് പറയുന്ന ആരാണ്? ഈസ് എ പെയിന്റർ. ഹി വാസ് എ പെയിന്റർ ആൻഡ് ഹി കട്ട് ഹിസ് one ear he cut and given to the prostitute. അദ്ദേഹം ഒരു ചെവി കട്ട് ചെയ്ത് പ്രോസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തു. അദ്ദേഹത്തിന് ചില ഡെലൂഷൻസും സൈക്കോട്ടിക് പ്രശ്നങ്ങളൊക്കെ വാൻഗോഗിന് ഉണ്ടായിരുന്നു. അങ്ങനെ സ്കിസോഫ്രീനിയ പേഷ്യൻസ് സെൽഫ് മ്യൂട്ടിലൈസേഷൻ ചെയ്യാറുണ്ട്. അതായത് അവരുടെ ശരീരത്തെ സ്വയം വികൃതമാക്കാറുണ്ട്. ഒന്നുകിൽ ചെവി ഇങ്ങനെ പിടിച്ച് വേദനിപ്പിക്കുക, അങ്ങനെ ശരീരത്തിന്റെ ഏതെങ്കിലും അസുഖങ്ങളെ അവയവങ്ങളെ ഒക്കെ സെൽഫ് മ്യൂട്ടിലൈസേഷൻ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് വാൻഗോഗ് സിൻഡ്രം. സോ ശരീരം സ്വയം വികൃതമാക്കുന്ന അവസ്ഥ. ഇനി എന്താണ് ദാറ്റ് സിൻഡ്രം? ദാറ്റ് സിൻഡ്രം സൗത്ത് ഏഷ്യൻ കൾച്ചറിലുള്ള ആളുകളിൽ അവർ വിചാരിക്കുകയാണ് അവര് യൂറിൻ പാസ് ചെയ്യുന്നതിന്റെ കൂടെ സെമനൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് തോന്നുകയാണ്. പ്രിമച്ചർ ഇജാക്കുലേഷൻ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടാവും ഈ ഒരു കണ്ടീഷനിൽ. അവർക്ക് തോന്നുകയാണ് അവര് യൂറിൻ ഒഴിക്കുമ്പോൾ സെമനും പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദാറ്റ് സിൻഡ്രം. ഒപ്പിയോയിഡ് വിഡ്രോവൽ, സാധാരണയായിട്ട് മോർഫിൻ, ഹെറോയിൻ, കൊഡീൻ, ഇതൊക്കെ ഒപ്പിയോയിഡ്സ് ആണ്. അതിന്റെ വിഡ്രോവൽ ആയിട്ടുള്ള വരുന്ന അസുഖങ്ങളാണ് ഒപ്പിയോയിഡ് വിഡ്രോവൽ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്രൈറ്റീരിയ ഫോർ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് ക്രൈറ്റീരിയ ആയിട്ട് ഇല്ലാത്തത് ഏതാണെന്നാണ്. ഇവിടെ എവിഡൻസ് ഓഫ് ടോളറൻസ്, എവിഡൻസ് ഓഫ് വിഡ്രോവൽ സിംറ്റംസ്, സ്ട്രോങ് ഡിസയർ ടു ടേക്ക് ദ സബ്സ്റ്റൻസ്, ഇതെല്ലാം സബ്സ്റ്റൻസ് ഡിപ്പെൻസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഡെവലപ്മെന്റ് ഓഫ് മോട്ടിവേഷൻ ടു ക്വിറ്റ് ദ ബിഹേവിയർ, അത് ഒരിക്കലും സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് ഉള്ള ആളുകളിൽ കാണാറില്ല. സോ എവിഡൻസ് ഓഫ് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്, സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? കമ്പൽഷൻ ടു ടേക്ക് ഡ്രഗ്, അതായത് അതില്ലാതെ പറ്റില്ല. പല ആളുകളില്ലേ, ഇപ്പം ആൽക്കഹോളിക് ആയിട്ട് ഉള്ള ആളുകൾ, അപ്പൊ അവര് ഡിപ്പെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് എന്ന് പറയില്ല, നമ്മളിപ്പോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ഒരു ഡിപ്പെൻഡന്റ് ആണ്, ആ വ്യക്തി ഇല്ലാതെ മറ്റേ വ്യക്തിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുപോലെ ആൽക്കഹോളുമായിട്ട് ഡിപ്പെൻഡൻസ് ആണ്, അല്ലെങ്കിൽ മറ്റുള്ള ഡ്രഗ്സുമായിട്ട് ഡിപ്പെൻഡൻസ് ആണ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡൻസ്. എവിഡൻസ് ഓഫ് ടോളറൻസ്, ടോളറൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഇപ്പോ ആൽക്കഹോൾ 90 ml കഴിച്ചിരിക്കുന്ന ഒരാൾക്ക് അടുത്ത പ്രാവശ്യം കഴിക്കുമ്പോൾ 90 ml പോരാ, അതിൽ കൂടുതൽ വേണം. 120 ml, അങ്ങനെ അവസാനം ഒരു കുപ്പി വരെ വേണം. കുപ്പി വരെ കഴിച്ചാലേ എന്തെങ്കിലും ആകുകയുള്ളൂ. അതായത് അതിൽ കപ്പാസിറ്റി കൂടുക എന്നൊക്കെ പറയില്ലേ, ആദ്യം കഴിച്ചിരുന്ന അളവ് പോരാ, ഡ്രഗിന്റെ ഡോസ് കൂട്ടി കൊണ്ടുവരണം. ദാറ്റ് ഈസ് ടോളറൻസ്. എവിഡൻസ് ഓഫ് വിഡ്രോവൽ സിംറ്റംസ്, വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. ഡ്രഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറിറ്റബിലിറ്റി, ആൻസൈറ്റി, സീഷൽ, അതുപോലെ ഇൻസോംനിയ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. സ്ട്രോങ് ഡിസൈർസ് ടു ടേക്ക് ദ സബ്സ്റ്റൻസ്, അതുകൊണ്ട് ഡെവലപ്മെന്റ് ഓഫ് മോട്ടിവേഷൻ ടു കിറ്റ് ദ ബിഹേവിയർ, അതൊരിക്കലും ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കാണുന്നില്ല. സോ അടുത്ത ക്വസ്റ്റ്യൻ, a delusion of misidentification characterized by a person's delusional belief that an acquaintance, usually a spouse or other close family member, has been replaced by an identical looking imposter or several doubles. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു വ്യക്തി, ആ വ്യക്തി ഒരാള് അയാളുടെ അമ്മയെ കാണുകയാണ്. അയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ബ്രെയിൻ ഇഞ്ചുറി ആയി, അതിനുശേഷം അമ്മയെ കാണുകയാണ്. സ്വന്തം അമ്മയെ കണ്ടിട്ട് പോലും അയാൾ പറയുകയാണ്, ഇത് എന്റെ അമ്മയെപ്പോലെ ഇരിക്കുന്ന ഒരാളാണ്, പക്ഷെ ഇതെന്റെ അമ്മയല്ല, ഇത് എന്റെ അമ്മയെപ്പോലെ ഇരിക്കുന്ന ഒരാളാണ്. സോ ദാറ്റ് ഈസ് കാപ്ഗ്രാസ് സിൻഡ്രോം, ഡെലൂഷൻ ഓഫ് ഡബിൾസ് അല്ലെങ്കിൽ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്നും പറയുന്നുണ്ട്. കാപ്ഗ്രാസ് സിൻഡ്രത്തിനെ പറയുന്ന പേരാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം.
അതുപോലെ ഡെലൂഷൻ ഓഫ് ഡബിൾസ്. നമ്മുടെ ബ്രെയിനിലുള്ള ഫേസ് റെക്കഗ്നേഷൻ ചെയ്യുന്ന പാർട്ടാണ് ഇൻഫീരിയർ ടെമ്പോറൽ ലോബ്. ഇൻഫീരിയർ ടെമ്പോറൽ ലോബ് ആണ് നമ്മുടെ ബ്രെയിനിലുള്ള ഫേസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന പാർട്ട്. ആ പാർട്ടിലുള്ള ഡാമേജ് ആണ് കാഗ്ര സിൻഡ്രോം ഉണ്ടാകുന്നത്. എന്താണ് ഫ്രഗോളി സിൻഡ്രോം? ഫ്രഗോളി സിൻഡ്രോം എന്താണ്? ഫ്രഗോളി സിൻഡ്രോം എന്ന് പറയുമ്പോൾ ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷനിൽ വരുന്നതാണ്. അതായത് പേഷ്യന്റ് ചിന്തിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഫെമിലിയർ ആയിട്ടുള്ള പേഴ്സൺസ് അവർ രൂപം മാറി, അവരുടെ അപ്പിയറൻസ്, അവരുടെ രൂപം, അതായത് മുഖവും അവരുടെ ബാഹ്യമായിട്ട് കാണുന്ന എല്ലാം മാറി വന്ന് പേഷ്യന്റിനെ ചതിക്കുന്നു. അതൊരു ദാറ്റ് ഈസ് ഫ്രഗോളി സിൻഡ്രോം. പേഷ്യന്റ് ഓൾവേസ് തിങ്ക് ദാറ്റ് ഹിസ് ഫാമിലി മെമ്പേഴ്സ് cheating him with changing their appearance. That is Fragoli syndrome, delusion of persecution വരുന്നതാണ്. Cotard syndrome. Cotard syndrome means പേഷ്യന്റ് ചിന്തിക്കുകയാണ്, പേഷ്യന്റ് മരിച്ചിരിക്കുകയാണ്, പേഷ്യന്റ് ബോഡി പാർട്സ്, എന്റെ കൈ മരിച്ചിരിക്കുകയാണ്, എന്റെ കൈ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിപ്രഷനിൽ സാധാരണ കാണുന്നതാണ്. സ്വയം ബോഡി പാർട്സുകളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുകയാണ്. ദാറ്റ് ഈസ് കൊട്ടാഡ് സിൻഡ്രോം. ടോഡ് സിൻഡ്രോം, ദാറ്റ് ഈസ് ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രം. ടോഡ് സിൻഡ്രം, ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രം, അതുപോലെ ലില്ലിപുട്ടിയൻ ഹാലുസിനേഷൻ, ഇതെല്ലാം ഒരേ ഇതിൽ വരുന്നതാണ്. ടോഡ് സിൻഡ്രം, ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രം, ലില്ലിപുട്ടിയൻ ഹാലുസിനേഷൻ. ലില്ലിപുട്ടിയൻ ഹാലുസിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മളറിയില്ലേ, ലില്ലിപുട്ട് എന്ന് പറഞ്ഞ ദ്വീപ് ഉണ്ടായിരുന്നു, അവിടെ എല്ലാം കുള്ളന്മാരാണ്. അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്, ലില്ലിപുട്ടിയൻ ഹാലുസിനേഷൻ. അതായത് കാണുന്ന എല്ലാം, ഒരു ആനെ കാണുകയാണെങ്കിൽ ഒരു ഉറുമ്പിന്റെ അത്രയും ചെറുതായിട്ട് തോന്നും. അത് മൈക്രോപ്സിയ എന്ന് പറയും. മൈക്രോപ്സിയ, അതായത് കാണുന്ന സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് തോന്നുക. ദാറ്റ് ഈസ് മൈക്രോപ്സിയ. മാക്രോപ്സിയ എന്ന് പറയുമ്പോൾ കാണുന്നത്, ഇപ്പം ഒരു പശുവിനെ കണ്ടിട്ട് ഒരു ആനയുടെ അത്രയും വലുതായിട്ട് തോന്നുകയാണെങ്കിൽ ദാറ്റ് ഈസ് മാക്രോപ്സിയ. MACROPSIA. നേരെ മറിച്ച് മൈക്രോപ്സിയ ആണെങ്കിൽ ചെറുതായിട്ട് തോന്നുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസെപ്റ്റ് ഈസ് റിലേറ്റഡ് ടു പെപ്ലോസ് കൺസെപ്ച്വൽ മോഡൽ? പെപ്ലോ പറയുന്ന അനുസരിച്ച് എ തെറാപ്യൂട്ടിക് ഹെൽപ്പിംഗ് റിലേഷൻഷിപ്പ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ യൂസ് ഓഫ് ദീസ് ഇന്റർപേഴ്സണൽ ടെക്നിക്സ് ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ നോളജ് ഓഫ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. തിയറി ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആരുടെയാന്ന് ചോദിച്ചാൽ ഹിൽഡ്ഗാർഡ് പെപ്ലോയുടെയാണ്. ഹിൽഡ്ഗാർഡ് പെപ്ലോ, HILDGARD, ഹിൽഡ്ഗാർഡ് പെപ്ലോ. അദ്ദേഹം ഒരു വനിതയാണ്, അമേരിക്കൻ നേഴ്സായിരുന്നു. അദ്ദേഹം IPR മോഡൽ കണ്ടുപിടിച്ച ലേഡിയാണ്. IPR മോഡൽ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് അദ്ദേഹം പറയുന്ന കോൺസെപ്റ്റ്സ് അനുസരിച്ച് മനുഷ്യനൊരു ബയോളജിക്കൽ ഓർഗാനിസം ആണ്. സ്ട്രെസ് വരുമ്പോൾ അദ്ദേഹത്തിന് കോപ്പപ്പ് ചെയ്യാൻ നമ്മുടെ നേഴ്സിംഗ് കെയറിൽ എന്തൊക്കെ മാറ്റങ്ങളും വരുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ട് ആദ്യം നമ്മുടെ ഓറിയന്റേഷൻ ഫേസ്, വർക്കിംഗ് ഫേസ്, ടെർമിനേഷൻ ഫേസ്, ഇതെല്ലാം കണ്ടുപിടിച്ചത് ഹിൽഡ്ഗാർഡ് പെപ്ലോ ആണ്. നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിംഗേലിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഒരു നേഴ്സ് പേഷ്യന്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. നേഴ്സിന്റെ വാല്യൂസ്, പേഷ്യന്റിന്റെ വാല്യൂസ്, കൾച്ചർ, ബിലീഫ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്രയും ഓരോ ആൾക്കാർക്ക് ഡിഫറൻസ് ആണ്. അത് പേഷ്യന്റിന് വേറെ ഒന്നാണ്, നേഴ്സിന് വേറെ ഒന്നാണ്. ഇതൊക്കെയാണ് വാല്യൂസ്, കൾച്ചർ, ബിലീഫ്, പാസ്റ്റ് എക്സ്പീരിയൻസ്, എക്സ്പെക്ടേഷൻ. സോ എഫക്റ്റീവ് തെറാപ്യൂട്ടിക് കെയർ കൊടുത്തിരിക്കണം എന്നാണ് ഈ ഒരു ഹിൽഡ്ഗാർഡ് പെപ്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇത്രയും വീഡിയോ നമ്മൾ അധികം ഒരു 15 മിനിറ്റ് ആയെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു 18 മിനിറ്റോളമായി. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയിട്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതിനകത്ത് നാളെയും കൂടെ സൈക്കോളജി ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇനി സൈക്കോളജി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ട്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എടുത്ത് അതിൽ നിന്നും സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഒരു 15 തൊട്ട് 20 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് തന്നെ എന്തായാലും ഉണ്ടാവും. അതിൽ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബോറാവും. മാക്സിമം നിങ്ങളെ ബോറടിപ്പിക്കാതെ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം കുറച്ചേ പഠിച്ചുള്ളെങ്കിലും പഠിച്ചത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ക്വസ്റ്റ്യൻസ് വന്ന് നിങ്ങൾ എക്സാമിന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.